ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പപ്പിയെ തിരക്കി ശാലിനിയുടെ വീട്ടിലെത്തിയ പോലീസ് എല്ലായിടവും അന്വേഷിക്കുന്നു. എന്നാൽ വീട്ടിലൊക്കെ അന്വേഷിച്ചിട്ടും പപ്പിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പപ്പിയെ പെട്ടെന്ന് തന്നെ ശാന്ത ഒളിപ്പിച്ചത് കാരണമാണ് കണ്ടുപിടിക്കാൻ സാധിക്കാഞ്ഞത്. ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് പോയ സമയത്ത് കുടുംബശ്രീ ഹോട്ടലിലേക്ക് ശാന്ത പപ്പിയെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാൽ എന്തായാലും പോലീസ് കണ്ടുപിടിക്കുമെന്നൊക്കെ ശാന്ത പറയുന്നു. ഇതേ സമയത്ത് ചന്ദ്രബോസ് ആ പോലീസിനോട് ചോദിക്കുന്നുണ്ട്, കുടുംബശ്രീ ഹോട്ടലിൽ നിങ്ങൾ തിരക്കിയോ എന്ന്. ഇല്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഈ സമയത്ത് ശാന്ത അവിടെ ഇരുന്ന ഒരു അണ്ടാവിൽ പപ്പിയെ ഒളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ആ അണ്ടാവിൻ്റെ അകത്ത് കയറ്റിയിട്ട് പപ്പിയെ ഒളിപ്പിക്കുന്നു. എന്നിട്ട് ആ അണ്ടാവിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വെക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ബോസാണെങ്കിൽ പോലീസുകാരെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ വന്ന എല്ലാ സ്ഥലവും അന്വേഷിക്കുകയാണ്, അരിച്ചു പറക്കുകയാണ് അവർ. എന്താടി നിന്ന് പരുങ്ങുന്നത്, കൊച്ച് ഇതിനകത്തെങ്ങാണോ ഉണ്ടോ എന്ന് പോലീസ് ശാന്തയോട് ചോദിക്കുമ്പോൾ ശാന്ത പറയുന്നുണ്ട്, ഉച്ചയ്ക്ക് വിളമ്പാനുള്ള ചോറും കറിയോ സാറേ, സംശയം ഉണ്ടെങ്കിൽ സാറ് നോക്കിക്കോ. നോക്കാൻ തന്നെയാ പോകുന്നത്, നീ ഇവിടെ തന്നെ കാണണമെന്ന് പോലീസ്. ഞാൻ പിന്നെ എവിടെ പോകാനാ സാറേ എന്ന് ശാന്ത. എന്നിട്ടും ശാന്തയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ഇടയ്ക്ക് ശാന്തയെ നോക്കിയിട്ട് പോലീസ് പറയുന്നു, നീ തീന്തടി തിരുവാതിര പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന്. നമ്മളെയൊക്കെ ആര് പഠിപ്പിക്കാനാ സാറേ എന്ന് ശാന്ത. ഇടയ്ക്കിടയ്ക്ക് ശാന്ത അണ്ടാവിലേക്ക് നോക്കുന്നു. എൻ്റെ പൊന്നു മോളെ, നീ തല ഉയർത്തല്ലേ, തൊട്ട് മുന്നിൽ ആ കാലം നിൽക്കുന്നത് എന്നൊക്കെ ശാന്ത വിചാരിക്കുന്നു. ഇതൊക്കെ എന്താടി എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ചോറാണ് സാറേ എന്ന് ശാന്ത പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ആ ചോറും കറിയൊക്കെ രുചിച്ചു നോക്കുകയാണ് അദ്ദേഹം. ഉപ്പ് പിടിച്ചിട്ടുണ്ടോ സാറേ? കുറച്ചു നേരം കൂടി ഇരിക്കണം, എന്നാലേ പിടിക്കൂ. വെച്ച ഉടനെ ഇറക്കി വെച്ചതാ എന്നൊക്കെ ശാന്ത. കുഴപ്പമില്ല, കുട്ടി ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ അല്ലേ എന്ന് പോലീസ്. ഇവിടെ എങ്ങനെയാ സാറേ കുട്ടി വരുന്നത് എന്ന് ശാന്ത. വാടോ എന്ന് പറഞ്ഞ് അവരെയും വിളിച്ച് പോലീസ് അവിടെ നിന്നും പോകുന്നു. സമാധാനത്തോടെ ശാന്ത നിൽക്കുന്നുണ്ട്. ഭഗവാനെ, ഇപ്പോഴാ എൻ്റെ ഉയിര് നേരെ വീണത് എന്നൊക്കെ ശാന്ത പറയുന്നു. എന്തായിടോ എന്ന് ബോസ് അവരോട് ചോദിക്കുമ്പോൾ, സാർ അവിടെയെങ്ങും ഇല്ല സാർ എന്ന് പോലീസ് പറഞ്ഞു. നിങ്ങൾ എല്ലായിടത്തും ശരിക്കും തിരഞ്ഞോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, നോക്കിയെന്നല്ലേ അമ്മ അവർ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാ ചന്ദ്രബോസെ, ശാലിനിയെ കൊണ്ടുപോകണോ എന്ന് വിഷ്ണു. അത് വിഷ്ണു എന്ന് പറഞ്ഞ് ബോസ് ഇങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി പറയുന്നു, മിസ്റ്റർ ACP. ചന്ദ്രബോസ് ശാലിനിയുടെ അരികിലേക്ക് മേഡം എന്ന് പറഞ്ഞു വന്നു. നന്ദിയുണ്ട് നിങ്ങൾ ഇത്രയും നേരം ജോലിയോട് കാണിച്ച കൂറിന്. അത് പിന്നെ കമ്മീഷണർ ഓഫീസിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു മേഡം എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ശാലിനി പറയുന്നു, ആ പ്രഷർ കളക്ടറോടും കളക്ടറുടെ വീട്ടുകാരോടും നന്നായി കാണിക്കണമെന്ന് കമ്മീഷണർ പറഞ്ഞിരുന്നോ? അതോ സത്യാമ്മ എന്നെ ശരിക്കും ദ്രോഹിക്കണമെന്ന് പറഞ്ഞ് വല്ല കൈമടക്കും തന്നോ? ഷഡപ്പ്, ഇപ്പോൾ പന്ത് എൻ്റെ കോട്ടിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുഴുവനും ഒരക്ഷരം തിരിച്ച് പറയാതെ നിന്ന് കേൾക്കേണ്ടി വരും അസിസ്റ്റന്റ് കമ്മീഷണറിന്. ഇവള് കൊച്ചിനെ നാട് കടത്തിയിട്ടുണ്ട് ചന്ദ്രബോസെ. കൊച്ചിനെ കാണാതായാൽ ഇവിടെ അന്വേഷിച്ചു വരുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൊച്ചിനെ ഇവിടെ നിർത്തില്ലല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവളെ കൊണ്ടുപോയി നിങ്ങളുടെ ആ സെല്ലിലിടെ വനിതാ പോലീസുകാരോട് കയറിയൊന്ന് മേയം പറ. തത്ത പറയുന്നത് പോലെ ഇവള് കാര്യങ്ങൾ മണിയായിട്ട് പറയും. ഇനി എൻ്റെ മോൻ്റെ കല്യാണം നടത്താതിരിക്കാൻ എൻ്റെ പാപ്പിമോളെ എന്തെങ്കിലും ചെയ്തോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. ദേ, ഇവൾ അതിന് മടിക്കത്തില്ല എന്ന് ഭാമ. സത്യമേ, ദൈവദോഷം പറയരുത്, എൻ്റെ മോളും കൂടിയാണ് അവൾ, ഈ വീട്ടിലെ കുട്ടി എന്നൊക്കെ ശാലിനി പറയുമ്പോൾ പെട്ടെന്ന് ആ അണ്ടാവിൻ്റെ അടപ്പെടുത്ത് മാറ്റുകയാണ് ശാന്ത. മോൾ ഇവിടെ തന്നെ ഇരുന്നോ, എല്ലാവരും പോയിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് ശാന്ത പറയുന്നു. എൻ്റെ കൊച്ചെ, നീ ഇനി ഇങ്ങനെയുള്ള സാഹസം ഒന്നും കാണിക്കല്ലേ. ശാലിനി കുഞ്ഞിനെ കൊച്ചിൻ്റെ ആൾക്കാരിട്ട് പൊരിക്കുവാണ് എന്ന് പറഞ്ഞ് വീണ്ടും അടപ്പടച്ചു വെച്ചു. ഈ സമയം ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ ദേവി ചെയ്ത് സത്യാമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോ. എന്നിട്ട് മറ്റെവിടെയെങ്കിലും പപ്പി ഒന്ന് അന്വേഷിക്കേ. നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ്. അമ്മയെ വന്നേ പോകാം, വെറുതെ ശാലിനിയെ സംശയിച്ചിട്ട്. അമ്മയെ പപ്പി ഇവിടെങ്ങൂല്ല, അമ്മയെ കയറാനല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഭാമയോട് പറയുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു, അപ്പൊ പിന്നെ നിങ്ങളും പോവുമല്ലേ സാറേ? സാറിന്റെ നോട്ടവും ഭാവവും കണ്ടപ്പോൾ ഇപ്പോൾ കൊച്ചിനെ കണ്ടെത്തി തരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ തിരക്കി ഞങ്ങളുടെ കൊച്ചിനെ കണ്ടെത്തിക്കോളാം. പിന്നെ ചെയ്തു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ചന്ദ്രബോസ് ശാലിനിയോട് പറയുന്നു, മേഡം സോറി, കമ്മീഷണറും കൂടി ഇടപെട്ട കേസായതുകൊണ്ട് വാടോ എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോഴാണ് സാർ എന്ന് പറഞ്ഞ് ഒരു വനിതാ പോലീസ് അവിടേക്ക് വരുന്നത്. ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ബാഗുമായി അവിടേക്ക് വന്നു. സാർ, ഒരു സ്കൂൾ ബാഗ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് സത്യ. പപ്പിയുടെ ബാഗ് എന്ന് വിഷ്ണു പറയുന്നു. സാർ, അത് എൻ്റെ ബാഗാണെന്ന് സത്യ പറയുന്നു. മോളുടെ ബാഗായിരുന്നോ എന്ന്
ബോസ് പറയുകയാണ്. ഈ സമയം വിഷ്ണുവും ശാലിനിയും പരസ്പരം നോക്കുന്നുണ്ട്. എന്താ മോളുടെ പേര് എന്ന് ബോസ് സത്യയോട് ചോദിക്കുന്നു. സത്യ എന്ന് സത്യയും പറഞ്ഞു. നല്ല പേരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാഗ് തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നോക്കട്ടെ ആ ബാഗൊന്ന് കാണിച്ചേ എന്ന് പറഞ്ഞ് സത്യഭാമ ബാഗ് നോക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പപ്പിമോളുടെ ബാഗ് തന്നെയാണെന്ന് സത്യഭാമ പറയുന്നുണ്ട്. വിഷ്ണു ഇത് പപ്പിമോളുടെ ബാഗ് തന്നെയല്ലേ നോക്ക് എന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു മിണ്ടാതിരിക്കുകയാണ്. ടെൻഷനോടെ ശാലിനിയും. അങ്ങനെ ഇപ്പോൾ കോൺസ്റ്റബിൾ ആ ബാഗ് തുറന്ന് നോക്കിയിരിക്കുന്നു. അതിൽ പത്മിനി എന്ന് തന്നെയാണ് ബുക്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സാർ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തന്നെയുണ്ട് കൊച്ച്. ഇപ്പോൾ എല്ലാവരും ടെൻഷനായി. സാർ ഇവളറിയാതെ കൊച്ച് എവിടെയും പോകില്ല എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ ആ ബുക്ക് പരിശോധിക്കുകയാണ് ബോസ്. സാർ ഇവളോട് ചോദിക്കേ എൻ്റെ കുഞ്ഞിനെ കൊന്നോ ഇല്ലയോ എന്ന്. ശാരദ എന്താ ഇത് ഈ ബാഗ് എങ്ങനെ ഇവിടെ വന്നു എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാരദ പറയുന്നു എനിക്കറിയില്ലെന്ന്. ഡോ അത് തന്നെ എനിക്കും അറിയേണ്ടത്. കൊച്ച് എന്തിടോ എന്ന് ഗോപാലകൃഷ്ണന്റെ ഷട്ടിൽ പിടിച്ചുകൊണ്ട് ബോസ് ചോദിക്കുന്നു. കൊച്ചിനെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു. ഞാൻ കൊച്ചിന്റെ മുത്തശ്ശനാണ് എടോ. ഇത് കേട്ട ബോസ് പറയുന്നു ഇടുക്കിയിൽ 10 വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന് മരപ്പൊത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊച്ചിന്റെ അച്ഛനാണോ? താൻ കൊച്ചിന്റെ അച്ഛനല്ലല്ലോ മുത്തച്ഛനല്ലേ. അപ്പോൾ അതും അതിനപ്പുറവും ചെയ്യും. പിടിച്ച് കേട്ടടോ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ പിടിച്ച് തള്ളുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ കൊച്ചുമോളെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നു. നിങ്ങൾ എന്തൊക്കെയാ സാറേ കാണിക്കുന്നത് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ബോസ് പറയുന്നു സത്യം തെളിയിക്കാൻ പോലീസിന്റെ കയ്യിൽ പല മാർഗങ്ങളുണ്ട്. അതിന്റെ ചില ചടങ്ങുകളാണ് ഈ നടക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മേഡം തെളിവുകൾ മേഡത്തിനെതിരാണ്. മേഡത്തെ വിശദമായി ഒന്ന് ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുപോകേണ്ടി വരും. കളക്ടറായാലും മന്ത്രിയായാലും കുറ്റം തെളിയിക്കാൻ പോലീസിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് ചന്ദ്രബോസ് ശാലിനിയോട് പറയുമ്പോൾ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ് വിഷ്ണു തടയാൻ തുടങ്ങുന്നുണ്ട്. നീ മിണ്ടരുത് എന്ന് പോലീസ് പറയുമ്പോൾ നീ ഇതിൽ ഇടപെടരുത്. അവരെ പറയിപ്പിച്ചോളും പപ്പിമോളെ എവിടെയാണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് എന്ന് സത്യഭാമ പറയുന്നു. മേഡം നമുക്ക് പോയാലോ? ഇത് കേട്ട ശാലിനി പറയുന്നു പപ്പിമോളുടെ മിസ്സിങ്ങിന് പിന്നിലും ഈ ബാഗ് ഇവിടെ എങ്ങനെ വന്നു എന്നതും ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്ക് ശക്തമായ തിരിച്ചടി തരാൻ ഒരുങ്ങി നിന്നയാളല്ലേ. ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ അങ്ങനെ ദൈവത്തെ വിളിക്കുന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരാളുണ്ട്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പന്ത് എൻ്റെ കോർട്ടിലേക്ക് തിരിച്ചു വരില്ലല്ലോ. എന്നാൽ പിന്നെ സമയം കളയണ്ട, നമുക്ക് പോയേക്കാം. എന്താ മേഡം എന്ന് ബോസ് പറയുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ അമ്മേ, തടസ്സപ്പെടുത്തണ്ട എന്ന് ശാലിനി പറയുന്നു. ഇങ്ങനെയൊരു കാഴ്ച കാണാൻ എനിക്ക് അവസരം തന്നതിന് സർവേശ്വരനോട് ഞാൻ നന്ദി പറയുവാടി. നിന്റെ ഈ ജോലിയുണ്ടല്ലോ അത് ഇന്നോട് കൂടി തീരും. പിന്നെ നിനക്ക് നിന്റെ അമ്മയോടൊപ്പം കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് അരിമാവ് കുഴച്ച് ജീവിക്കാം. ഇത് കേട്ട് പോലീസ് കോൺസ്റ്റബിൾ SI പറയുന്നുണ്ട് സാർ ഡിസ്ട്രിക്ട് കളക്ടറാണ്, അവർക്ക് അവരുടെ വണ്ടിയിൽ വരാൻ അവകാശമുണ്ട്. താൻ എന്നെ നിയമം പഠിപ്പിക്കേണ്ട. വിലങ്ങ് വയ്ക്കാത്തത് എൻ്റെ കാരുണ്യമാണെന്ന് കരുതിയാൽ മതി. പിടിച്ചു കയറ്റിവരെ എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നു. അങ്ങനെ ശാലിനിയെ ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ്. ഈ സമയം പപ്പി അവിടേക്ക് വന്നിട്ട് പറയുന്നു സത്യയുടെ അമ്മയെന്ന്. പപ്പി അവിടെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. ശാന്തയോടൊപ്പമാണ് പപ്പി അവിടേക്ക് വന്നത്. സത്യയുടെ അമ്മ എന്ന് പറഞ്ഞ് ശാലിനിയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് പപ്പി. മോളെ എന്ന് പറഞ്ഞ് പപ്പിക്ക് ചുംബനമൊക്കെ കൊടുക്കുകയാണ് ശാലിനി. ഒരുപാട് ചുംബനം കൊടുക്കുന്നു. മോൾ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചെന്നറിയാമോ? എന്താ മോളെ ഉണ്ടായത് എന്നൊക്കെ ശാലിനി. സത്യയുടെ അമ്മ എന്നോട് ക്ഷമിക്കണം, ആരും അറിയാതെ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ പപ്പി പറയുന്നു. സത്യയ്ക്ക് മാത്രമേ അതറിയാവുന്നുള്ളൂ എന്നും പറയുന്നു. പപ്പി മോളെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വിഷ്ണു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് എന്ന് പപ്പി പറയുന്നു. വിഷ്ണു അച്ഛൻ്റെ കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പപ്പി പറയുന്നുണ്ട്. വിഷ്ണു അച്ഛൻ്റെ കല്യാണം മുടങ്ങിയാൽ വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കല്യാണം കഴിക്കുമല്ലോ. എങ്കിൽ അത് ഇവരോടൊട്ടെങ്കിൽ ഒന്ന് പറയേ. ഇല്ലെങ്കിൽ മോളുടെ സത്യയുടെ അമ്മയെ പോലീസ് കൊണ്ടുപോകുമെന്ന് വിഷ്ണു എന്ന് ദേഷ്യത്തോടെ ഭാമ വിളിക്കുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ അമ്മയോട് പറയുന്നു അമ്മേ ഇവള് പറഞ്ഞത് കേട്ടില്ലേ? ഇത് ശാലിനിക്കും ഇവിടെയുള്ളവർക്കും യാതൊരു പങ്കുമില്ല ഇതിൽ. മോള് ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറയുന്നു. പപ്പി ഇപ്പോൾ പോലീസിനോട് പറയുന്നുണ്ട് തൊഴുതുകൊണ്ട് സാറേ സത്യയുടെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തനിയെ വീട്ടിൽ നിന്നിറങ്ങി പോന്നതാണ്. ഇവർക്കൊന്നും അറിയില്ല ഞാൻ ഇവിടെ നിന്ന കാര്യം. സത്യയുടെ മുറിയിലാണ് ഞാൻ കഴിഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ പപ്പിയെ സപ്പോർട്ട് ചെയ്തതാ. എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യയും പറയുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ അല്ലേ എന്ന് ശാലിനി പറയുന്നു. സാർ ഈ കുട്ടികൾ പറഞ്ഞത് കാര്യമാക്കണ്ട, ഇപ്പോൾ തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യണം. അവളുടെ വീട്ടിൽ നിന്നാണ് പപ്പിമോളെ കിട്ടിയത് എന്ന് ഓർക്കണം എന്ന് ഭാമ. പ്രോട്ടോകോളും റീൽസും ഞാൻ ACPക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. ഒരൊറ്റ കോള് ഫോണിൽ നിന്ന് പോയാൽ മതി എന്നൊക്കെ ശാലിനി. സാർ ഇനി ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട, ഇത് പണിയാകും. കുട്ടികൾ ചില്ലറക്കാരല്ല, അവർ ഏത് കോടതിയിൽ വന്ന് സാറിനെതിരെ മൊഴി കൊടുക്കും, പുലിവാലി പിടിക്കും എന്നൊക്കെ SI ബോസിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു സോറിയൊക്കെ പറഞ്ഞ് ബോസാണെങ്കിൽ പോലീസിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നിരാശയോടെ ഭാമയും നിൽക്കുന്നു. കുട്ടിയെ കണ്ടതിന്റെ സന്തോഷമല്ല അവർക്ക്, ശാലിനിയെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ സങ്കടമാണ് സത്യഭാമയുടെ മുഖത്ത്.
സത്യാമ്മ എന്ന് വിളിച്ച് ശാലിനി അങ്ങോട്ടേക്ക് പോകുന്നു. ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് എൻ്റെ അമ്മ ഓരോ ദിവസവും എഴുന്നേക്കുന്നത്. ആ വിശ്വാസത്തിൽ ജീവിക്കണമെന്നാണ് ഞങ്ങൾ 3 മക്കളെയും അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്. സ്വയം ഉരുകി തീർന്നാലും മറ്റുള്ളവർക്ക് വെളിച്ചമാകാനേ ഈ ശാലിനി ശ്രമിക്കൂ. അത് സ്വന്തം ജീവൻ പോയാലും. വിളിച്ചോണ്ട് പോയിക്കോളൂ ഇവളെ. സത്യഭാമ ദേഷ്യത്തോടെ പപ്പിയോട് പറയുന്നു. എടി, ഇനിയിപ്പോ ഇവിടെ എന്ത് കാണാൻ നിൽക്കുക? കണ്ടത് പോരെ നിനക്ക്? നിന്നോടല്ലേ പറഞ്ഞത് വരാൻ? കാറി കയറിയെന്ന് ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നു. വാടി ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ വരില്ല എന്ന് പപ്പി. ദേ പപ്പി, കളിക്കാതെ വണ്ടിയിൽ കയറാനാ പറഞ്ഞത് എന്ന് ഭാമ. വിഷ്ണു അച്ഛൻ്റെയും കാർത്തികേയൻ്റെയും കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാലേ ഞാൻ വണ്ടിയിൽ കയറത്തുള്ളൂ എന്ന് പപ്പി വാശി പിടിക്കുന്നു. പപ്പി, നല്ല ചുട്ട അടി വാങ്ങിക്കും നീ എൻ്റെ എന്ന്. വാടി ഇങ്ങോട്ട്, കയറാനല്ലേ പറഞ്ഞത് എന്നൊക്കെ ഭാമ. അമ്മേ വേണ്ട എന്ന് വിഷ്ണു. എന്ന് കരുതി ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോണോടാ? വിടടാ അങ്ങോട്ട്, വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പപ്പിയെ പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ് ഭാമ. വിഷ്ണു വന്ന് കയറി എന്ന് ദേഷ്യത്തോടെ ഭാമ വിഷ്ണുവിനോടും പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവരവിടെ നിന്ന് പോകുന്നു. സത്യ ഒന്നും അറിയാതെ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സത്യയെ അവിടെ നിൽക്കുകയെന്ന് ശാലിനി സത്യയോട് പറയുന്നുണ്ട്. എന്താ ഇതൊക്കെ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. എന്താണെന്ന് ഇതൊക്കെ പറയുമ്പോൾ സത്യ ഒന്നും മിണ്ടുന്നില്ല. മോളെ, ഇനി ഒരു ചോദ്യം പറച്ചിലൊന്നും വേണ്ട. അല്ലാതെ തന്നെ പോലീസിനെയും ആൾക്കാരെയും കണ്ട് കൊച്ചു പേടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സംഭവിക്കാനുള്ളത് സംഭവിച്ചോ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛനോട് മാറാനാ പറഞ്ഞത് എന്നൊക്കെ ശാലിനി പറയുന്നു. ശാലിനി, നീ ഇതെന്ത് ഭാവിച്ച എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്. അച്ഛനും അമ്മയും കൂടി ലാളിച്ച ഇവളെ ഈ ഒരു വഴിക്കാക്കിയത്. അമ്മയ്ക്കറിയോ, എൻ്റെ മുഖത്ത് നോക്കിയാ ഇവള് കള്ളം പറയുന്നത്. ഇവളെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല എന്ന് ശാലിനി. എന്താ നിന്റെ ചോദ്യവും പറച്ചിലും കേട്ടാ മോളെന്താ ഒരു വലിയ കുറ്റം ചെയ്തതുപോലെയാണല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു. വലുതായാലും ചെറുതായാലും കുറ്റം തന്നെയാണ് അച്ഛാ. കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തുടങ്ങുമ്പോഴേ അത് തിരുത്തണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ തോന്നുന്ന വഴിക്ക് പോവും. സത്യ, ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ എന്നൊക്കെ ശാലിനി പറയുമ്പോൾ സത്യ അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ എന്താ നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്? എന്താന്ന് സത്യ പറയുന്നു. തലപോയാലും കള്ളം പറയരുതെന്ന് ശാലിനി ചോദിക്കുന്നു. എന്നിട്ട് നീ എന്താ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? പറയാൻ മോളെ, അവൾ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു. അമ്മ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ? അമ്മ കണ്ടതല്ലേ എൻ്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടവരുടെ മുന്നിൽ ഞാൻ ഇന്ന് തല താഴ്ത്തി നിന്നു. ആര് കാരണമാ? എൻ്റെ ഈ പുന്നാര മോള് കാരണം. പോട്ടെ, ചെറിയ കുട്ടി അല്ലേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്. ചെറിയ കുട്ടികൾ കാണിക്കുന്ന ജോലിയാണോ ഇവൾ ചെയ്തു വെച്ചിരിക്കുന്നത്? വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.